സംപൂജ്യരായ സഭാവാസികൾക്കും ഈ മഹാക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന സത്രത്തിൻ്റെ ആചാര്യൻ, അതുപോലെ തന്നെ അതിൻ്റെ സഹ ആചാര്യന്മാർ, അതിൽ പങ്കെടുക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഭാഗവത സത്രം 2 ദിവസം കൂടി കഴിഞ്ഞാൽ സമാപിക്കുകയാണ്. ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എല്ലാം സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞു. 12 സ്കന്ധം ഏതാണ്ട് 6-ാം അധ്യായത്തിൻ്റെ പകുതിയോളം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഏതാണ്ട് ഭാഗവതത്തിലെ വിഷയങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. പരീക്ഷിത്ത് മഹാരാജാവിന് മുക്തിയും ലഭിച്ചു. എന്താണ് മുക്തി എന്ന് പറയുന്നത്? കഴിഞ്ഞ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചല്ലോ. മുക്തി എന്ന് പറയുന്നത് അഭയമാണ് മുക്തി, ഭയമില്ലായ്മയാണ് മുക്തി. അഭയം വൈ ബ്രഹ്മ, ഭയമില്ലാതെ ഇരിക്കുക. പരീക്ഷിത് മഹാരാജാവ് ഭയമില്ലാതെയാണ് സ്വമനസ്സാലെ തക്ഷകൻ്റെ ദംശനത്തിന് വിധേയനായത്. പറയുകയും ചെയ്തു, എനിക്കിനി പേടിയൊന്നുമില്ല. ദശന്തം തക്ഷകം പാദേ ലേലിഹാനം വിഷാനനേഹി ന ദ്രക്ഷസി ശരീരം ച വിശ്വം ച പൃഥഗാത്മനഃ. തക്ഷകൻ വരട്ടെ, ദശന്തം തക്ഷകം പാദേ, കാലിൽ കടിക്കട്ടെ. ലേലിഹാനം വിഷാനനേഹി, വിഷം വമിക്കുന്ന നാക്കുകൾ കൊണ്ട് കാലിൽ നക്കട്ടെ. അങ്ങനെ ആയാലും ന ദ്രക്ഷസി ശരീരം ച വിശ്വം ച പൃഥഗാത്മന, ഈ പ്രപഞ്ചത്തെയോ ശരീരത്തെയോ ആത്മഭിന്നമായിട്ട് ഞാൻ കാണുകയില്ല എന്ന് പറഞ്ഞ് ആ ഭയം ഇല്ലാതെയായി അദ്ദേഹത്തിന്. പിന്നെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായി. പിന്നെ തക്ഷകന് ചെയ്യാനുള്ളത് ഒരു മകൻ്റെ കർമ്മം മാത്രം. തക്ഷകൻ ദംശിച്ചു, പരീക്ഷിത് മഹാരാജാവിൻ്റെ ശരീരം ഭസ്മമായി. മകനാണല്ലോ അച്ഛൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. അപ്പം അങ്ങനെ ഒരു മകൻ്റെ ധർമ്മമാണ് വാസ്തവത്തിൽ അവിടെ തക്ഷകൻ അനുഷ്ഠിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പരീക്ഷിത് മഹാരാജാവ് ശിവബ്രഹ്മേശ്വരുടെ കാൽക്കൽ നമസ്കരിക്കുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം പോയി. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ചോദിച്ചത്, കിം ഭൂയഃ ശ്രോതുമിച്ഛസി, ഇനി എന്താണ് അങ്ങേക്ക് കേൾക്കാൻ ആഗ്രഹം ചോദിച്ചു. അതുകൂടി പറഞ്ഞിട്ടാകാം ഈ ഉപദേശം അവസാനിപ്പിക്കുന്നത്. കിം ഭൂയഃ ശ്രോതുമിച്ഛസി, അവിടെയാണ് 12 സ്കന്ധത്തിലെ ഈ ബാക്കി ഭാഗങ്ങൾ വരുന്നത്. ഭാഗവതത്തിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ 10 വിഷയങ്ങളാണ്. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതികൾ, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം. ഈ 10 വിഷയങ്ങളും അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ആശ്രയമാണ് 12 സ്കന്ധത്തിൻ്റെ വിഷയം. ആശ്രയം ബ്രഹ്മപരമം എന്നാണ് ഭാഗവതം തന്നെ പറയും. ആശ്രയം ബ്രഹ്മം തന്നെയാണ്. എല്ലാറ്റിനും ആശ്രയഭൂതമായിരിക്കുന്നത് ബ്രഹ്മമാണ്. അങ്ങനെ ബ്രഹ്മത്തിൽ സർവാശ്രയം പൂണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അവിടെ പരീക്ഷിത് മഹാരാജാവിനെ കഥാകഥനത്തിലൂടെ കൊണ്ടെത്തിച്ചത് എന്നർത്ഥം. പിന്നെ എന്താ പറയാനുള്ളത്? അവിടെയാണ് പിന്നീട്
പറയുന്നത് പുരാണ സംഹിതകളെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ച് അറിഞ്ഞാൽ തിരക്കേടില്ല എന്ന് പറയും. മാത്രവുമല്ല, വേദവിഭജനത്തെ കൂടി ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം. ശൗനാദികൾ പറയുകയാണ് സൂതൻ്റെ അടുത്ത്, വേദങ്ങളെ വിഭജിച്ചിരിക്കുന്ന അങ്ങനെ, അതൊന്നും അറിഞ്ഞാൽ തിരക്കേടില്ല. അതെങ്ങനെ പിന്നീട് പുരാണങ്ങളായിട്ട് മാറി? പുരാണങ്ങളുടെ ആവിർഭാവത്തിന് വേദങ്ങൾ എങ്ങനെ കാരണമായി തീർന്നു അതറിയണം. സനാതനധർമ്മവിശ്വാസികൾ, ഹിന്ദുക്കൾ എന്ന് പൊതുവിൽ പറയുന്ന നമുക്ക് പലപ്പോഴും നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെക്കുറിച്ച് സംശയമാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആളുകൾ തന്നെ എന്താണ് നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള ഗ്രന്ഥം സനാതനധർമ്മവിശ്വാസികൾക്ക് എന്ന് ചോദിച്ചാൽ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു എന്ന് വരാം. ഭാഗവത പ്രേമികളായ ചിലർ ഭാഗവതമാണ് എന്ന് പറയാം, ചിലർ ഭഗവത്ഗീത എന്ന് പറഞ്ഞേക്കാം, ചിലർ ഉപനിഷത്തുകൾ എന്ന് പറഞ്ഞേക്കാം, ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞേക്കാം, പല ഉത്തരങ്ങളും പറഞ്ഞേക്കാം. യഥാർത്ഥത്തിൽ എല്ലാറ്റിനും അടിസ്ഥാനമായിരിക്കുന്നത് എന്താണ് എന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? എന്താണ് സനാതനധർമ്മത്തിലെ അടിസ്ഥാന ഗ്രന്ഥം? എന്താണ്? കുറച്ച് പറയും. വേദങ്ങളാണ്. ഇത്രയും പേരെങ്കിലും പറഞ്ഞു, അത്രയും നല്ല കാര്യം. വേദങ്ങളാണ് നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ. ഈ വേദങ്ങൾ എങ്ങനെ ഉണ്ടായി? അതിൻ്റെ വിഭജനം എങ്ങനെ? അതാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. വളരെ എളുപ്പം പറയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് സമയക്കുറവ് കൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാം. അപ്പോൾ വേദങ്ങൾ എവിടെ നിന്നാണ് ആവിർഭവിച്ചത്? വേദശബ്ദത്തിൻ്റെ അർത്ഥം എന്താ? വേദയതീതി വേദം, നമ്മെ അറിയിക്കുന്നതാണ് വേദം. അതായത് നമുക്ക് അറിവ് പകർന്നു തരുന്നതാണ് വേദം. വേദശബ്ദത്തിൻ്റെ ഉൽപ്പത്തി വിദജ്ഞാനേ വിത് സത്തായാം വിത് സമാധൗ എന്നെല്ലാം. ജ്ഞാനമാണ് വേദശബ്ദത്തിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ സത്ത, അവനവൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ്, അത് വേദം. സമാധൗ, സമാധിയിൽ അനുഭവിക്കുന്നതാണ് വേദം. അങ്ങനെയാണെങ്കിൽ ഈ വേദം നമുക്ക് നമ്മുടെ ഉള്ളിൽ ആവിർഭവിക്കുന്നതിനെ നമുക്ക് അനുഭവിക്കണ്ടേ? ഇല്ലെങ്കിൽ വേദത്തെക്കുറിച്ച് പറഞ്ഞതൊക്കെ അർത്ഥവത്ത അല്ലാതെയായിത്തീരും. അതിനാണ് ഋഷിമാർ ഒരു മാർഗം പറഞ്ഞത്. ഋഷിമാരല്ല, ഇവിടെ സൂതൻ ഒരു മാർഗം പറഞ്ഞത്, വേദം നിങ്ങളെ അനുഭവിപ്പിക്കാം, വേദം നിങ്ങളെ അനുഭവവേദ്യമാക്കി തരാം. എങ്ങനെയാണത്? സൂതവാച സമാഹിതാത്മനോ ബ്രഹ്മൻ ബ്രഹ്മണ പരമേഷ്ഠിനഃ ഹൃദ്യാകാശാദഭൂന്നാദോ വൃത്തിരോധാദ്വിഭാവ്യത്തെ. നമ്മുടെ ഋഷിമാർക്കൊരു പ്രത്യേകത ഉണ്ട്. അവരെന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളോടത് കണ്ണടച്ച് വിശ്വസിക്കാൻ പറയുകയില്ല. ഒരുപക്ഷെ ഇതര മതങ്ങൾ, സെമറ്റിക് മതങ്ങളൊക്കെ വിശ്വാസത്തിൻ്റെ പടിയിൽ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളൂ എന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മുടെ ഈ ശിഷ്യന്മാരങ്ങനെ പറയുകയില്ല. അവരെന്തെങ്കിലും പറഞ്ഞാൽ അവരത് നമ്മെ അനുഭവിപ്പിക്കും. അതുകൊണ്ട് പറയുകയാണ്, സമാഹിതാത്മനോ ബ്രഹ്മൻ ബ്രഹ്മണ പരമേഷ്ഠിന ഹൃദ്യാകാശാദഭൂന്നാദോ വൃത്തിരോധാദ്വിഭാവ്യത്തെ. ബ്രഹ്മദേവൻ ഉള്ളിൽ അനുഭവിച്ചതാണ് വേദം. ബ്രഹ്മദേവൻ ഉള്ളിൽ വേദം അനുഭവിച്ചറിഞ്ഞു. പലയിടത്തും നമ്മളത് കാണുന്നുണ്ട്. പക്ഷെ ഇത് ബ്രഹ്മദേവന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മളെന്തിനാ ഇത് പഠിക്കുന്നത്?
ബ്രഹ്മദേവൻ അനുഭവിച്ചു, നമുക്കനുഭവിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ബ്രഹ്മദേവൻ്റെ കാര്യം, നമുക്കെന്ത് കാര്യം? നമുക്കും അനുഭവിക്കാം ഇത്. അതാണ് അവിടെ പറയുന്നത്. എന്ത് വേണം അതിന്? നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒന്ന് സമാഹിതമാക്കണം. സമാഹിതമാക്കിയിട്ട് ഒരു അനുഭവത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ബ്രഹ്മദേവൻ അനുഭവിച്ചെങ്ങനെയാണ്? ശ്രോത്രം എന്ന ഇന്ദ്രിയത്തെ നിരോധിച്ചു, ചെവി പൊത്തിപ്പിടിച്ചു, മറ്റ് ഇന്ദ്രിയങ്ങളൊക്കെ സമാഹിതമാക്കി. ഈ ചെവിയും പൊത്തിപ്പിടിച്ചു. ചെവിയും പൊത്തിപ്പിടിച്ചപ്പോൾ എന്തെങ്കിലും അനുഭവം തോന്നുന്നുണ്ടോ? ഒന്ന് ചെയ്ത് നോക്കൂ. ഒരു കുഴപ്പവുമില്ല, ആരും കണ്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. രണ്ട് ചെവിയും ഇങ്ങനെ പൊത്തിപ്പിടിച്ച് നോക്കുക, കണ്ണുമൊക്കെ അടച്ചു നോക്കുക. എന്തെങ്കിലും ഒരു അനുഭവം നമുക്കുണ്ടാകുന്നുണ്ടോ? എന്തു തോന്നി? ഒരു ശബ്ദമുണ്ടാകുന്നില്ലേ? അതിനെയാണ് ഋഷിമാർ പറഞ്ഞത് ബ്രഹ്മജ്ഞാപക ശബ്ദം. ബ്രഹ്മത്തെ അറിയിക്കുന്ന ശബ്ദം. അതാണ് നാം ഈ ചെവി കേട്ടത്. ഇപ്പോൾ നമുക്കും ഇത് അനുഭവിക്കാം. ബ്രഹ്മജ്ഞാപക ശബ്ദം എന്ന് പറയുന്ന ആ ധ്വനി നമ്മുടെ ഉള്ളിൽ മുഴങ്ങുന്നത് നമുക്ക് കേൾക്കാം. ഇതാണ് ബ്രഹ്മദേവനും അനുഭവിച്ചത്. ബ്രഹ്മദേവൻ ശബ്ദത്തെ സാക്ഷാത്കരിച്ചു എന്ന് പറയും. അപ്പോൾ വേദം എന്ന് പറയുന്നത് എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് എന്നർത്ഥം. വേദം, അറിവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ്. അതാണ് അറിവ്. നോളജ് ഇസ് ഇൻഹറൻ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. വിവേകാനന്ദ സ്വാമികളെ പറഞ്ഞിട്ടുണ്ട്. നോളജ് ഇസ് ഇൻഹറൻറ്റ്. അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അത് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നതൊന്നുമല്ല. ഉള്ളിലുള്ള അറിവിനെ, അതിനെ മറച്ചിരിക്കുന്ന അജ്ഞാന ശകലങ്ങളെ കൊണ്ട് മറഞ്ഞു പോയതിനെ ഒന്ന് എന്താ പറയുന്നത്, അതിൻ്റെ ആവരണങ്ങൾ നീക്കുമ്പോൾ അത് വെളിവായി. ഒരു ബൾബ് ഇവിടെ കത്തിച്ചു വച്ചിരിക്കുന്നു, വളരെ ചെറിയ പരീക്ഷണങ്ങൾ. ആ ബൾബിൻ്റെ മുകളിൽ കുറേ വസ്ത്രങ്ങൾ കൊണ്ടിട്ടു. ബൾബ് കത്തിയിരിക്കൊണ്ടിരിക്കുകയാണ്, കാണാനേ വയ്യ, പ്രകാശം അറിയാനേ വയ്യ. പ്രകാശമുണ്ടെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. പതുക്കെ പതുക്കെ ഈ വസ്ത്രങ്ങൾ നമ്മൾ എടുത്തു മാറ്റി എല്ലാ വസ്ത്രങ്ങളും മാറിയപ്പോൾ പ്രകാശം അവിടെ കാണാൻ സാധിച്ചു. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന അന്തര്യാമി രൂപേണ, അതാണ് ഈ ഉപനിഷത്തൊക്കെ പറയുന്നത് അന്തർയമയതി എന്ന് പറയും. ഉള്ളിൽ ഇരിക്കുന്ന, അതിനെയാണ് ഹരിനാമകീർത്തനകാരൻ പറഞ്ഞത്, കത്തുന്ന പൊന്മണി വിളക്കുന്ന പോലെ ഹൃദി നിൽക്കുന്ന നാഥ ഹരി നാരായണായ നമ. ആ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മ സ്വരൂപത്തിൽ നിന്നാണ് നാം ഈ ശബ്ദം കേൾക്കുന്നത്. അപ്പം ഇത് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഋഷിമാരൊക്കെ പറഞ്ഞത്, ഞാൻ കണ്ടു, ഞാൻ സാക്ഷാത്കരിച്ചു, നിങ്ങൾക്കും കാണാം, നിങ്ങൾക്കും സാക്ഷാത്കരിക്കാം. ഞാൻ കണ്ടു, അതെൻ്റെ കഴിവ് കൊണ്ട് നിങ്ങൾക്കാർക്കും കാണാൻ പറ്റുകയില്ല എന്ന് അവരൊരിക്കലും നമ്മളോട് പറഞ്ഞില്ല. ഐ ഹാവ് സീൻ, ഐ ഹാവ് റിയലൈസ്ഡ്, യു ക്യാൻ ഓൾസോ റിയലൈസ്, യു ക്യാൻ ഓൾസോ സീ. നിങ്ങൾക്കും കാണാം, നിങ്ങൾക്കും അനുഭവിക്കാം. അപ്പോൾ ഇത്രയും കാര്യത്തിൽ സ്പഷ്ടത വന്നിട്ടുണ്ട്. നമ്മളിലുള്ള പരമാത്മജ്ഞാപകമായിരിക്കുന്ന ആ ശബ്ദം നമുക്ക് ചെവികളെ അടച്ചിട്ട് ആ ചെവികളിൽ ഉരുത്തിരിയുന്ന ശബ്ദത്തിലൂടെ അനുഭവിക്കാൻ സാധിക്കും. അതാണ് അറിവ്, അതാണ് വേദം. ഈ വേദമാണ് ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ എന്ന് പറഞ്ഞാൽ ആരാ? ബ്രഹ്മദേവൻ എന്ന് പറയുന്നതാണ് സമഷ്ടി മനസ്സ് എന്ന് പറയും. നമുക്കൊരു മനസ്സുണ്ട്, ആ മനസ്സിൻ്റെ പേര് വ്യഷ്ടി മനസ്സെന്നാണ്. ഓരോ വ്യക്തിക്കും ഓരോ മനസ്സുണ്ട്.
മൊത്തത്തിൽ ഈ മനസ്സിൻ്റെ ഒരു ഏകീകൃത ഭാവമുണ്ട്. അതാണ് ബ്രഹ്മദേവൻ. അതിനെയാണ് നമ്മൾ സമഷ്ടി മനസ്സ് എന്ന് പറയും. സമഷ്ടി മനസ്സ്, അതാണ് ബ്രഹ്മദേവൻ. ഇപ്പം ബ്രഹ്മദേവൻ ഉള്ളിൽ വേദത്തെ സാക്ഷാത്കരിച്ചു. ആ വേദത്തെ സാക്ഷാത്കരിച്ചപ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് നമുക്കും മറന്നു പോകരുത്, നമുക്കും അനുഭവപ്പെടുന്നത് ഏത് രൂപത്തിലാണ്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഒരു പ്രാവശ്യം കൂടി ശ്രദ്ധിച്ചു നോക്കൂ. മൂന്നംഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് ആ ഈ മൂന്ന് ശബ്ദങ്ങളാണ്. ആണോ? ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ സങ്കല്പിക്കണ്ട. അപ്പോൾ ഈ പ്രണവമാണ് നമ്മുടെ ഉള്ളിൽ കേട്ടത്. ബ്രഹ്മജ്ഞാപകം അല്ലെങ്കിൽ പരമാത്മജ്ഞാപകമായിരിക്കുന്ന ഈ ശബ്ദം നമ്മുടെ ഉള്ളിൽ കേട്ടത് വാസ്തവത്തിൽ പ്രണവമാണ്. പ്രണവത്തിന് വേദത്തിൻ്റെ മൂലരൂപം പ്രണവമാണ്. ഏത് മന്ത്രവും പ്രണവോച്ചാരണത്തോടു കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. ഗീത എന്ത് പറയുന്നു? യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യതയോ വീതരാഗാഃ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷി. യദക്ഷരം വേദവിദഃ വദന്തി, ഏതൊരക്ഷരമാണോ വേദത്തെ അറിയുന്നവരൊക്കെ പറയുന്നത്, യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി, ഏതിനെ ഇച്ഛിച്ചുകൊണ്ടാണോ ബ്രഹ്മചര്യം തുടങ്ങിയിട്ടുള്ള വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നത്. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യതയോ വീതരാഗാഃ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവക്ഷി. ഏതാണ് ആ പദം? ഓം, പ്രണവം. കഠോപനിഷത്ത് പറയുന്നത് എന്താണ്? കഠോപനിഷത്ത് പറയുകയാണ്, അതേ അവസാന വരിയിൽ മാത്രം വ്യത്യാസം. യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യതയോ വീതരാഗാഃ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി ഓമിത്യത്. തത്തേ പദം സംഗ്രഹേണ ബ്രവീമി ഓമിത്യത്. ഇതാണ് ഓങ്കാരം. അപ്പോൾ നാം ഉള്ളിലനുഭവിച്ച സമഷ്ടി മനസ്സായിരിക്കുന്ന ബ്രഹ്മദേവൻ ഉള്ളിൽ കേട്ട ആ പ്രണവം, അതാണ് വേദത്തിൻ്റെ മൂലസ്വരൂപം എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇനി ഈ ഓങ്കാരത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. നാലായിട്ടെന്നു കൂടി അഭിപ്രായമുണ്ട്. നാലായിട്ട് തിരിക്കാം. ആ, ഓ, മ, അമാത്ര, നാലാമത്. അകാര ഉകാര മകാരങ്ങൾ. ആ, അത് കഴിഞ്ഞിട്ട് അമാത്ര, മാത്ര ഇല്ലാത്ത ഒരു ശബ്ദം. അങ്ങനെ നാലായിട്ട് തിരിച്ചു. അതാണ് പിന്നീട് ശബ്ദപ്രപഞ്ചമായിട്ട് രൂപപ്പെട്ടത്. ഈ പ്രപഞ്ചമായിട്ടൊക്കെ രൂപപ്പെട്ടത് ഈ അകാര ഉകാര മകാരങ്ങൾ. ഈ അകാര ഉകാര മകാരങ്ങളെപ്പറ്റി പറയാൻ വേണ്ടി മാത്രം നമുക്ക് ഒരു ഉപനിഷത്തുണ്ട്. ആ ഉപനിഷത്തിൻ്റെ പേര് മാണ്ഡൂക്യോപനിഷത്ത് എന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിഷത്ത് എന്ന് ആചാര്യസ്വാമികൾ തന്നെ പറയുന്ന, മുക്തികോപനിഷത്തിൽ പറയുന്ന മാണ്ഡൂക്യമേകമേവാലം മുമുക്ഷൂണാം വിമുക്ഷേ. എത്രയോ ഉപനിഷത്തുള്ളത്? അനേക ഉപനിഷത്തുകളുണ്ട്. ചിലർ പറയുന്നു 1118, ചിലർ പറയുന്നു 1108, ചിലർ പറയുന്നു 110, ചിലർ പറയുന്നു 11. ഇങ്ങനെ പലതും പറയുന്നു. എല്ലാം പഠിക്കേണ്ടതാണ്. ഇതെല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ഉപനിഷത്തെങ്കിലും പഠിച്ചാൽ മതി. അതേതാണ്?
മാണ്ഡൂക്യോപനിഷത്ത്. മാണ്ഡൂക്യമേകമേവാലം, അതായാലും മതി. മാണ്ഡൂക്യോപനിഷത്ത് വേദസാരമായിട്ട് പറയുന്നതാണ്. ഓമിത്യേതദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി സർവമോങ്കാര ഏവ യച്ഛാന്യത്രികാലാതീതം തദഭി ഓങ്കാര ഏവ. ഈ കാണുന്നതെല്ലാം ഓങ്കാരമാണ്. ഓമിത്യേതദക്ഷരം ഇദം സർവം, ഈ കാണുന്നതെല്ലാം ഓമാണ്. യദ്ഭൂതം, ഇതുവരെ ഉണ്ടായിട്ടുള്ളതെല്ലാം, യച്ഛ ഭവ്യം, ഇനി ഉണ്ടാവാനുള്ളതെല്ലാം, ഇപ്പോഴുള്ളതെല്ലാം, യച്ഛാന്യത്രികാലാതീതം, ഈ 3 കാലത്തിലും നിന്നും അന്യമായിട്ട് ഏതെങ്കിലും ഉണ്ടോ, അതും ഓങ്കാരം തന്നെയാണ്. ചുരുക്കത്തിൽ ഈ പ്രപഞ്ചം ഉദ്ഭവിച്ചിരിക്കുന്നത് ഓങ്കാരത്തിൽ നിന്നാണ് എന്നർത്ഥം. എങ്ങനെയാണെന്ന് നോക്കാം. അകാര ഉകാരം അകാരങ്ങൾ. അകാരത്തിൽ നിന്ന് ഉകാരത്തിൽ നിന്ന് മകാരം. അകാരം ജാഗ്രത, ഉകാരം സ്വപ്നം, സുഷുപ്തി, മകാരം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര അനുഭവങ്ങളുണ്ട്? 3 അനുഭവങ്ങൾ. 4 അനുഭവങ്ങളുണ്ട്, അത് വേറൊരു രീതി. 3 അനുഭവങ്ങൾ ഏതൊക്കെയാണത്? ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ അനുഭവം, സ്വപ്നം കാണുമ്പോൾ ഒരനുഭവം, അതൊക്കെ ഒന്ന് രാവിലെ വളരെ വിശദമായിട്ട് പറഞ്ഞാണ് ഇവിടെ. ഉറങ്ങുമ്പോൾ ഒരനുഭവം. അതിനെയാണ് ആചാര്യസ്വാമികൾ മനീഷാ പഞ്ചകത്തിൽ പറഞ്ഞത്, ജാഗ്രൽ സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരായ സംവിത്. ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും സ്ഫുടതരമായ ഏതൊരു സംവിത് ഉണ്ടോ, ഏതൊരു ബോധമുണ്ടോ, അതിനെ പറ്റി പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന 3 അനുഭവങ്ങളും ഈ അകാര ഉകാരം അകാരങ്ങളാണ്. അവിടെ ഒരു അമാത്രയുണ്ട്. മകാരം കഴിഞ്ഞിട്ട് ഒരമാത്ര. അതിനെയാണ് 4ാമത്തെ അനുഭവമായിട്ട് യോഗികൾ അനുഭവിക്കുന്ന ഒരു തലം. അതിന് തുരീയം എന്നും പേരുണ്ട്. ഇതാണ് നമ്മുടെ അനുഭവങ്ങൾ. ഈ അനുഭവങ്ങളാണ്, ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി അനുഭവങ്ങൾ ഓങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ പ്രണവത്തിൻ്റെ ഭാഗങ്ങളാണ് എന്നർത്ഥം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതാനുഭവങ്ങളെ ഋഷീശ്വരന്മാർ ഈ അകാര ഉകാരം അകാരങ്ങളുമായിട്ട് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന അർത്ഥം. നമുക്ക് എത്ര ഗുണങ്ങളാണ് ഉള്ളത്? എത്ര ഗുണങ്ങളാണ്? 3 ഗുണങ്ങൾ. സത്വം, രജസ്, തമസ്. ആ സത്വ, രജസ്, തമോ ഗുണങ്ങളെ ആ ഓമ ഗുണാതീതമായിട്ടുള്ളത് അമാത്ര. വേദങ്ങൾ എത്രയാണ് ഉള്ളത്? യജുസാമം അഥർവം. വ്യാഹൃതികൾ ഭർഭുവസ്വ. ഇങ്ങനെ ഇതെല്ലാം ഈ ബ്രഹ്മജ്ഞാപകശബ്ദമായ ഓങ്കാരത്തിൽ നിന്നും ഉദ്ഭവിച്ചതാണെന്ന് അർത്ഥം. ഓങ്കാരത്തിൽ നിന്നാണ് സർവ അക്ഷരങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഓങ്കാരത്തിൽ പറ്റി അത് നമ്മുടെ 6-ാം അധ്യായത്തിൽ അതിനെപ്പറ്റി പ്രത്യേകം പറയുന്നു. അതായത് തദോ അക്ഷരസമാമ്നായം ആസൃജത് ഭഗവാനജാം അന്തസ്തോഷ്മസ്വരസ്പർശ ഹ്രസ്വദീർഘാദിലക്ഷണം. തദോ അക്ഷരസമാമ്നായം ആസൃജത് ഭഗവാനജഃ അന്തസ്തോഷ്മസ്വരസ്പർശ ഹ്രസ്വദീർഘാദിലക്ഷണം. അതായത് അക്ഷരസമാമ്നായാൽ ആസൃജത്
ഭഗവാൻ അജത. അതിനായിരിക്കുന്ന ഭഗവാൻ സൃഷ്ടിച്ചു. എന്തിനേക്കാണ് സൃഷ്ടിച്ചത്? അക്ഷരങ്ങളെ എങ്ങനെ തിരിച്ചിരിക്കുന്നത്? യാ, രാ, ല, വ. ഇതിനെ അന്തസ്ഥങ്ങൾ എന്നാണ് പറയുന്നത്. ഈ അന്തസ്ഥങ്ങൾ, അതുപോലെ തന്നെ സ്വരങ്ങൾ, ആ മുതൽ അം വരെയുള്ള സ്വരങ്ങൾ, അതുപോലെ തന്നെ ഊഷ്മാക്കൾ, ഷ, ഷ, സ, ഹ. അതുപോലെ തന്നെ സ്പർശങ്ങൾ, കാ മുതൽ മാ വരെ, കാ, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഛ, ഞ തുടങ്ങിയിട്ട് മാ വരെ. ഇതെല്ലാം എവിടെ നിന്നാണ് ഉണ്ടായത്? ഓങ്കാരത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ അക്ഷരമുണ്ടായത് എവിടെ നിന്നാണ്? ഓങ്കാരത്തിൽ നിന്നാണ്. ആ അക്ഷരങ്ങളുടെ കൂട്ടമാണല്ലോ വാസ്തവത്തിൽ വേദം എന്ന് പറയുന്നത്. അപ്പോൾ വേദം എവിടുന്നാണ് ഉണ്ടായത്? വേദം എവിടുന്നാണ് ഉണ്ടായത് കേട്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞു വന്ന പരമാത്മജ്ഞാപക ശബ്ദമായ ഓങ്കാരത്തിൽ നിന്നാണ് വേദമുണ്ടായത്. അപ്പോൾ വേദം എവിടുന്നാണ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടുന്നാണ് പറയുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്നാണ് വേദം. എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടായത്. ആണോ? വിളയുന്ന വല്ലതുമാണോ? ഹൃദയാകാശം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ട്. ഹൃദയാകാശം, മഹാകാശം, ചിതാകാശം, മഠാകാശം. മഹാകാശം നമ്മുടെ വെളിയിലുള്ള ആകാശം, ചിതാകാശം എന്ന് പറയുന്ന ഉള്ളിലുള്ള ആകാശം. ഒരു സംശയം ചോദിക്കട്ടെ, മഹാകാശമാണോ ചിതാകാശമാണോ വലുത്? മഹാകാശമാണോ ചിതാകാശമാണോ വലുത്? ചിതാകാശമാണോ വലുത്. ചിതാകാശമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? മഹാകാശത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് അനുഭവവേദ്യമാകുന്നുള്ളൂ. ചിതാകാശത്തിൽ എന്തൊക്കെയാണ് കിടക്കുന്നത്? എന്തൊക്കെയാണ്? പാലാഴിയല്ലേ? പാലാഴി ഇല്ലാത്തത് വല്ലതുമുണ്ടോ? എല്ലാം അവിടെയുണ്ട്. മാത്രവുമല്ല, വെളിയിലുള്ള മഹാകാശം എന്ന് പറയുന്നത് ഉള്ളിലുള്ള ചിതാകാശത്തിൻ്റെ ഒരു ഏകദേശ രൂപം മാത്രമാണ്. അതാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്, വാട്ട് ഈസ് ഔട്ട് സൈഡ് ഈസ് ഓൺലി എ വേഗ് പ്രൊജക്ഷൻ ഓഫ് വാട്ട് ഈസ് ഇൻസൈഡ്. വെളിയിൽ കാണുന്നതെല്ലാം ഉള്ളിലുള്ളതിൻ്റെ ഒരു ഏകദേശ വ്യാപകം മാത്രമാണ്. ഇപ്പോൾ ചിതാകാശമല്ലേ വലുത്? ആ ചിതാകാശം, അതാണ് പ്രധാനമായിരിക്കുന്നത്. എല്ലാ അറിവും ആ ചിതാകാശത്തിലാണ് വിളയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നോളജ് ഈസ് ഇൻഹെറൻറ്റ്. ഉള്ളിലാണ് അറിവ് എന്ന് പറഞ്ഞു. പിന്നെ അതിൽ നിന്ന് അക്ഷരസമൂഹമുണ്ടായി, വേദങ്ങളുണ്ടായി. അങ്ങനെ വേദങ്ങൾ വിപുലമായി തീർന്നു. വിപുലമായി തീർന്ന സമയത്താണ് അതിനെ വിഭജിക്കേണ്ടി വന്നു. വേദവിഭജനവും നമുക്ക് ഇന്ന് പറയേണ്ട ഒരു വിഷയമാണ്. വേദങ്ങൾ വിഭജിക്കുക. എങ്ങനെയാണ് വേദങ്ങൾ വിഭജിച്ചത്? ആരാ വേദങ്ങൾ വിഭജിച്ചത്? വേദം വ്യസിച്ച മുനി വ്യാസനല്ലേ? വ്യാസൻ ആരുടെ മകൻ? പരാശരൻ്റെ മകനാണ്. ആരാണ് പരാശരൻ? പരാശരൻ പരയിൽ ശരമുള്ളയാളാണ്. പര എന്നാൽ പരമാത്മാവ്, ശരം എന്നാൽ ദൃഷ്ടി. പരമാത്മാവിൽ ദൃഷ്ടിയുള്ള ആളാണ് പരാശരൻ. പരാശരൻ്റെ മകനാണ് വ്യാസൻ. വ്യാസൻ എന്ത് ചെയ്തു? വേദരാശികളെ വിഭജിച്ചു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്ന് വിഭജിച്ചിട്ട് തൻ്റെ 4 ശിഷ്യന്മാരെ വേദങ്ങൾ പഠിപ്പിച്ചു. ആരൊക്കെയാണ്? ഋഗ്വേദം പഠിപ്പിച്ചത് പൈലനെയാണ്, പൈലൻ എന്ന ശിഷ്യൻ. യജുർവേദം വൈശമ്പായനൻ എന്ന ശിഷ്യൻ. സാമവേദം ജൈമിനിയെ പഠിപ്പിച്ചു. അഥർവവേദം സുമന്തു എന്ന ശിഷ്യനെ പഠിപ്പിച്ചു. സുമന്തുവിന് വേറൊരു പേരുണ്ട്, സുമന്തുർ ദാരുണോ മുനി. കുറച്ചൊരു ക്രൂരനായിരുന്നു എന്നാണ് പറയുന്നത്, ഒന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെയാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. അങ്ങനെ 4 പേരെ പഠിപ്പിച്ചു.
അവർ അവരുടെ ശിഷ്യന്മാർക്കും പ്രശിഷ്യന്മാർക്കുമായിട്ട് ഈ വേദങ്ങളെ വീണ്ടും പഠിപ്പിച്ചു. അങ്ങനെയാണ് വേദം ഈ ലോകത്തിൽ വിപുലമായി തീർന്നത്, 4 ശാഖകളായിട്ട് തീർന്നത്. ആ ശാഖകളിൽ ഓരോ ശാഖയും ഓരോ ശിഷ്യനെ പഠിപ്പിച്ചു. ആ ശിഷ്യന്മാർ തൻ്റെ ശിഷ്യന്മാർക്കും പ്രശിഷ്യന്മാർക്കുമായിട്ട് അതിനെ വീതിച്ച് പറഞ്ഞു കൊടുത്തു എന്നർത്ഥം. അങ്ങനെ അവരെല്ലാം വേദം പഠിപ്പിച്ചു. അതിൽ വൈശമ്പായനൻ യാജ്ഞവൽക്യൻ എന്ന തൻ്റെ ശിഷ്യനെ വേദമെല്ലാം പഠിപ്പിച്ചു. യാജ്ഞവൽക്യനെ നിങ്ങൾ വേദത്തിൽ കാണുന്ന ഒരു ഋഷിയാണ്. ഭാഗവതത്തിൽ 6-ാം അധ്യായത്തിൽ മാത്രമാണ് വേദം, പ്രത്യേകിച്ചും വേദത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ ദ്വാദശസ്കന്ധത്തിൻ്റെ അവസാനത്തിലേ വരുന്നു. വാസ്തവത്തിൽ വേദം എന്ന് പറയുന്നത് ഭാഗവതം വേദത്തിൻ്റെ അന്തസാരമാണോ എന്നറിയാമല്ലോ. ദ്വാദശസ്കന്ധത്തിൽ പറയുന്നുണ്ട്, സർവവേദാന്തസാരം ഹി ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്ത്വദ്വിതീയം തന്നിഷ്ടം കൈവല്യൈക പ്രയോജനം. കൈവല്യം എന്ന ഏക പ്രയോജനത്തോടു കൂടിയതും വേദസാരവും ആയിട്ടുള്ളതാണ് ഈ ഭാഗവതം എന്ന് പറയുന്നത്. ഇവിടെ ആ വേദശാഖ, അതിൽ യജുർവേദശാഖയെ വൈശമ്പായനിൽ നിന്നാണ് പഠിക്കാനിടയായത് യാജ്ഞവൽക്യൻ. യാജ്ഞവൽക്യനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. യാജ്ഞവൽക്യൻ വേദ പണ്ഡിതനായ ഒരു ഋഷിയാണ്. അദ്ദേഹം വൈശമ്പായനിൽ നിന്ന് വേദമൊക്കെ പഠിച്ചു. പക്ഷേ യാജ്ഞവൽക്യന് ഒരു ഔദ്ധത്യമുണ്ട്, ഒരു അഹങ്കാരം. അഹങ്കാരം എന്ന് പറയാൻ വയ്യ, അറിവുള്ള ആളാണ്, അറിവിൻ്റെ അഹങ്കാരമാണ്. ശങ്കരാചാര്യസ്വാമിയൊക്കെ പറയുന്ന പോലെ അറിവിൻ്റെ അഹം എന്ന് പറയും. അദ്ദേഹം അങ്ങനെ അവിടെ കഴിഞ്ഞു വരവേ വൈശമ്പായന മഹർഷിക്ക് ഒരു ബ്രഹ്മഹത്യാപാപമുണ്ടായി. അതിൻ്റെ കാരണം ഋഷിമാരുടെ ഒരു സത്രത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല, ആബ്സെൻ്റി നോട്ട് ചെയ്തു. മീറ്റിങ്ങൊക്കെ പോകുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അവരെ ആബ്സെൻ്റി നോട്ട് ചെയ്തിട്ട് അവരുടെ പേരിൽ നടപടിയെടുക്കും. അതുപോലെ ഋഷിമാരുടെ സത്രത്തിൽ പങ്കെടുക്കാത്തതിന് വൈശമ്പായനന് ബ്രഹ്മഹത്യാപാപം വിധിച്ചു. അതുപോലെ വേറൊരു സംഭവം ഉണ്ടായി. വൈശമ്പായനൊരിക്കൽ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് എന്തോ ഒരു വിശേഷം നടക്കുമ്പോൾ കുഞ്ഞ് ഉറങ്ങിക്കിടന്ന് അറിയാതെ വന്നവർ വസ്ത്രങ്ങൾ അഴിച്ചതിൻ്റെ മീതെ ഇട്ടിട്ടൊരു കുഞ്ഞ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു വിശേഷത്തിന്. ഇങ്ങനെ 2 ബ്രഹ്മഹത്യാപാപങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അദ്ദേഹം തന്നെ ശിഷ്യന്മാരെല്ലാം വിളിച്ചു കൂട്ടിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ചേർന്ന് തപസ് ചെയ്തിട്ട് എൻ്റെ ഈ ബ്രഹ്മഹത്യാപാപത്തെ ഇല്ലാതെയാക്കി തരണം. ശിഷ്യന്മാരെല്ലാവരും തപസ് ചെയ്തു. ഇപ്പം യാജ്ഞവൽക്യൻ പുച്ഛത്തോടു കൂടി പറഞ്ഞു, അല്പസാരന്മാരായ ഈ ശിഷ്യന്മാരെ കൊണ്ടെന്ത്, ഞാൻ ഒറ്റയ്ക്ക് അങ്ങേ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാം. അത് ഗുരുവിന് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടുമോ? മറ്റ് ശിഷ്യന്മാരെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവമതിച്ച് കാണിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയല്ലോ. എന്നാൽ അവമന്യത കർഹിച്ച് മുമ്പ് കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞില്ലേ, ആരെയും അവമാനിക്കരുത്. അപ്പോൾ യാജ്ഞവൽക്യനോട് ഗുരു പറഞ്ഞു, നീ ഇവിടെ പഠിച്ചതെല്ലാം ഛർദ്ദിച്ചിട്ട് ഇവിടുന്ന് കടന്നു പോയിക്കോ. യജുർവേദ ശാഖകളാണ് പഠിപ്പിച്ചിരിക്കുന്നത്, അപൂർവങ്ങളായിട്ടുള്ള യജുർവേദ മന്ത്രങ്ങളാണ്. ഛർദ്ദിച്ചിട്ട് പറന്നു പോകാൻ പറഞ്ഞു. നിവൃത്തിയില്ല, ഇല്ലെങ്കിൽ ഗുരു ശാപം ഏൽക്കും. അദ്ദേഹം അവിടെ യജുർവേദ മന്ത്രങ്ങളെയൊക്കെ ഛർദ്ദിച്ചിട്ട് അവിടുന്ന് പോയി.
പക്ഷേ യാജ്ഞവൽക്കത്തിൽ നിന്ന് ഛർദ്ദിച്ച് വീണ ആ ഛർദിൽ വെറുതെ കളയാൻ മറ്റ് ശിഷ്യന്മാർക്ക് തോന്നിയില്ല. ആ ശിഷ്യന്മാർ തിത്തിരിപ്പക്ഷികളുടെ രൂപത്തിൽ വന്ന് ഈ എച്ച് അല്ലെങ്കിൽ ഈ ഛർദിൽ കൊത്തി തന്നു. അങ്ങനെ അത് ശുക്ലയജുർവേദത്തിൻ്റെ തൈത്തിരീയ ശാഖയായിട്ട് മാറി. യജുർവേദത്തിന് അനേക ശാഖകളുണ്ട്. യജുർവേദത്തിൻ്റെതാണ് കൃഷ്ണയജുർവേദം, ശുക്ലയജുർവേദം. ആ ശുക്ലയജുർവേദത്തിൽ വരുന്നതാണ് തൈത്തിരീയ ശാഖ. ഈ തൈത്തിരീയ ശാഖ ഉണ്ടായത് അങ്ങനെയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? യാജ്ഞവൽക്യൻ, ഭാഗത്തുള്ളതാണോ, വെറുതെ പറയുന്നതല്ല കേട്ടോ, ഉപനിഷത്തിൽ പറയുന്നില്ല, ഭാഗത്തുള്ളത് തന്നെ. 6-ാം അധ്യായം വായിച്ചു നോക്കാം. ദ്വാദശ സ്കന്ധത്തിൽ എന്ത് ചെയ്തു അദ്ദേഹം? വേദത്തിൻ്റെയൊക്കെ ആരാണ് വേദത്തിൻ്റെ ഈശ്വരൻ? സൂര്യനല്ലേ? സൂര്യനാണ് ഈശ്വരനായിരിക്കുന്നത്. വന്യമണ്ഡല മധ്യസ്ഥനായിരിക്കുന്ന, സൂര്യമണ്ഡല മധ്യസ്ഥനായിരിക്കുന്ന ആ ഭഗവാനാണ്. ആ ഭഗവാനിൽ നിന്ന് അപൂർവങ്ങളായിട്ടുള്ള മന്ത്രങ്ങളെ തനിക്ക് വേണം എന്ന് വിചാരിച്ചിട്ട് സൂര്യനെ ഒരു മന്ത്രം കൊണ്ട് ജപിച്ചു, മന്ത്രം കൊണ്ട് ഉപാസിച്ചു എന്ന്. ആ മന്ത്രം തുടങ്ങുന്നത് ഓം നമോ ഭഗവതേ ആദിത്യായ അഖിലഗജാതാം ആത്മസ്വരൂപേണ കാലസ്വരൂപേണ ചതുർവിധഭൂതനികായാനാം ബ്രഹ്മാദിസ്തംഭപര്യന്താനാം അന്തർഹൃദയേഷു ബഹിരവിചാകാശൈവോപാധിന വ്യവധീയമാനോ ഭവാനേക ഏവ ക്ഷണലവനിമേഷാവയവോ ഉപചിതം സംവത്സരഗണേന അപാമാദിനാ വിസർഗാദ്യാം ഇമാം ലോകയാത്രാം അനുവഹതി. ഇങ്ങനെയാണ് ആ സൂര്യനെ തുടങ്ങിയത്. അദ്ദേഹം പ്രാർത്ഥിച്ചു തുടങ്ങി. എങ്ങനെയുള്ള ആളാണ് സൂര്യൻ? സൂര്യൻ ആരെങ്കിലും കൂട്ടുണ്ടോ? ഏകമായിട്ടുള്ള സഞ്ചരിക്കുന്ന, ഏകേവ ചരതി. കൂട്ടിന് വിളിച്ചാൽ എന്താ കുഴപ്പം വരുന്നത്? കൂട്ടിന് സമയത്ത് പോകാൻ പറ്റത്തില്ല. സത്രം കേൾക്കാനായിട്ട് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൃത്യം 8 മണിയാകുമ്പോൾ ഇന്ന സ്ഥലത്ത് വരാം, അവിടെ വന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി അവിടെ നിൽക്കണം, നമുക്ക് ഒന്നിച്ച് വരാമെന്ന് പറഞ്ഞു. നടക്കുമോ? 4 പേര് കൂടി ഇല്ല. സൂര്യൻ ആരെയും കൂട്ടുപിടിക്കുകയില്ല. സൂര്യൻ ഒറ്റയ്ക്കാണ്. അതാണ് സൂര്യനെ ഭൂഷൺ ഏകർഷേ യമസൂര്യ പ്രജാപത്യ വ്യൂഹ രശ്മിൻ സമൂഹ എന്ന് ഉപനിഷത്ത് പറഞ്ഞിരിക്കുന്നതാണ്. ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത്, ആരും കൂട്ടില്ല. മാത്രവുമല്ല, സൂര്യന് ഒരു ദിവസം കാഷ്വൽ ലീവ് എടുക്കണമെന്ന് വെച്ചാൽ പറ്റുമോ? പറ്റുകയില്ല. എടുത്താൽ എന്തായിരിക്കും? സൂര്യൻ ഉദിക്കാൻ താമസിക്കുകയല്ലേ. നമുക്ക് ജോലിയിലിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പോകാൻ താമസിച്ചു, എണീക്കാൻ താമസിച്ചെങ്കിൽ അവിടെ ചെന്നിട്ട് ലേറ്റ് മാർക്ക് ചെയ്യാം ജോലിയിലിരിക്കുന്നവർക്ക്. ഇപ്പോൾ ലേറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ലേറ്റ് മാർക്ക് ചെയ്യുമ്പോൾ ഒരു കാഷ്വൽ ലീവ്, അങ്ങനെയൊക്കെയാണ്. സൂര്യന് പറ്റുമോ അങ്ങനെ? സൂര്യൻ ലേറ്റൊന്നും മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആരാ ഇതൊക്കെ നോക്കുന്നത്? സൂര്യൻ്റെ അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ഉപനിഷത്ത് പറയുന്ന ഒരാളുണ്ട്. ഉപനിഷത്ത് പറയുകയാണ്, ഭീഷാസ്മാത് പവതേ വായു ഭീഷോദേതി സൂര്യഃ ഭീഷാദഗ്നിശ്ചന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമഃ. ഒരാളെ പേടിച്ചിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ഓടുന്നത്. ഭീഷാസ്മാത് പവതേ വായു, വായു അയാളെ പേടിച്ചിട്ടാണ് ഓടുന്നത്. വേഗം പോകണം, അവിടെ വലിയ ചൂട് കൂടിയിരിക്കുകയാണ്, അവിടെ പോയിട്ട് മഴ പെയ്യിക്കണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഭീഷോദേതി സൂര്യ, സൂര്യനോ? സൂര്യൻ വളരെ നേരത്തെ വളർന്നിട്ട് ഉദിക്കാനും അസ്തമിക്കാനും കൃത്യസമയത്ത് ചെയ്യുന്നു. ഭീഷാദഗ്നിശ്ചന്ദ്രശ്ച, ഇന്ദ്രനും അഗ്നിയുമൊക്കെ എന്ത് ചെയ്യുന്നു?
അയാളെ പേടിച്ചിട്ടാണ് നടക്കുന്നത്. മൃത്യുർധാവതി പഞ്ചമഹ. മൃത്യുവിൻ്റെ കാര്യമാണ് വലിയ കഷ്ടം. എത്രയും പേരൊക്കെ ഒന്നിച്ച് മരിക്കുമ്പോൾ എവിടെയൊക്കെ പോയി എത്തും? ആരെ പേടിച്ചിട്ടാണ്? ബ്രഹ്മത്തെ പേടിച്ചിട്ട്, പരമാത്മാവിനെ പേടിച്ചിട്ട്. ഭീഷാസ്മാത്തവ ദേവായോ ഭീഷോദേതി സൂര്യ ഭീഷാദഗ്നിശ്ചന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചദ. ഇങ്ങനെ ഒരിക്കലും ലേറ്റാകാത്ത, കൃത്യസമയം പാലിക്കുന്ന ഈ സൂര്യനിൽ നിന്ന് യാജ്ഞവൽക്ക് എങ്ങനെ മന്ത്രം പഠിക്കും ആണ് വിഷയം. സൂര്യനെയൊക്കെ ഉപാസിച്ചു, സൂര്യൻ്റെ മന്ത്രമൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു. പക്ഷേ എങ്ങനെ മന്ത്രം പഠിക്കും? ഇതിന് സമയമുണ്ടോ? ഇതിന് എവിടെയും നിൽക്കാൻ സമയമില്ല. നിന്നിട്ട് വേണ്ട മന്ത്രം ഉപദേശിക്കാൻ. അതിനെന്താ ചെയ്തത്? യാജ്ഞവൽക്യൻ സൂര്യന് മുമ്പേ നടന്നു. സൂര്യന് അഭിമുഖമായിട്ട് നിന്നുകൊണ്ട് സൂര്യന് മുമ്പേ നടന്നിട്ട് പിന്നിലേക്ക് പാഞ്ഞു. അപ്പോഴും സൂര്യന് മന്ത്രം ഉപദേശിക്കാനായിട്ട് പറ്റുകയില്ല. പല കാര്യങ്ങളും നോക്കേണ്ടതല്ലേ. അതിനിടയ്ക്ക് മന്ത്രം ഉപദേശിക്കുന്നാലോ, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളോടെ ഒരു കഥ പറയാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ വണ്ടി ഓടിച്ച് ഇടിക്കത്തില്ലേ? അതുകൊണ്ട് സൂര്യൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ് മന്ത്രം ഉപദേശിക്കേണ്ടത്. അതിനെന്ത് ചെയ്തു? ഒരു കുതിരയുടെ രൂപത്തിൽ വന്നിട്ട് യാജ്ഞവൽക്യന് മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ അപൂർവങ്ങളായിട്ടുള്ള യജുർവേദ മന്ത്രങ്ങളെ സൂര്യൻ യാജ്ഞവൽക്യന് ഉപദേശിച്ചു കൊടുത്തു. അതാണ് പിന്നീട് വാജസനേയി ശാഖ എന്ന പേരായിട്ട് യജുർവേദത്തിന് വന്നത്. ഇങ്ങനെ അനേക വേദശാഖകൾ ഉണ്ടാക്കി. ആ വേദശാഖകളെയാണ് നമ്മളിവിടെ പറയുന്നത്. ആ വേദശാഖകളെല്ലാം ഹൃദിസ്ഥമാക്കിയിട്ട് ഋഷിമാർ ഓരോ വേദങ്ങളും ഓരോ ശാഖയുണ്ട്. കേരളത്തിൽ യജുർവേദിയരാണ് കൂടുതൽ എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴെത്ര പേരുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ, അതിനെപ്പറ്റി വിശദമായ കണക്കുകളൊന്നുമില്ല. എന്തായാലും വേദങ്ങളൊക്കെ പഠിച്ചു. വേദം സാങ്കോപാങ്കം ചൊല്ലി പഠിക്കാനും ഒക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി ഈ വേദങ്ങൾ എങ്ങനെയാണ് പുരാണങ്ങളായിട്ട് മാറിയത് എന്നാണ് ഇനി അടുത്തത്. പുരാണങ്ങളെ പറ്റി എന്താ പറയുന്നത്? പുരാണങ്ങളെ പറ്റി പറയുന്നത് ഇതിഹാസ പുരാണാഭ്യാം വേദം സമബർമുഖേത്. വേദങ്ങളുടെ വിപുലമായ വിശദീകരണങ്ങളാണ് ഈ പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ എന്നിവ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്? വേദങ്ങളാണ് എല്ലാറ്റിനും അടിസ്ഥാനമായിരിക്കുന്നത്. ആ വേദങ്ങളിൽ നിന്നാണ് ഈ അറിവെല്ലാം ഉണ്ടായിരിക്കുന്നത്. ആ വേദം എവിടുന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത്? ഒരു പ്രാവശ്യം കൂടി ഓർക്കുക. വേദങ്ങൾ എവിടുന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത്? നമ്മുടെ ഉള്ളിൽ നിന്നാണ്. വേദജ്ഞാപകം ആയിട്ടുള്ള പ്രണവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഓമിത്യേതദക്ഷരമിദം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി സർവമോങ്കാര ഏവ യച്ഛാന്യത്രികാലാതീതം തദപി ഓങ്കാര ഏവ. അതുകൊണ്ടാണ് ഈ ഓമിന് ഇത്രയും പ്രാധാന്യം വന്നിരിക്കുന്നത്. ഭാഗവതത്തിലായാലും ഭാഗവത്തിൻ്റെ മൂലമന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളതാണല്ലോ. ആ ഓങ്കാരം ജപിച്ചുകൊണ്ടാണ് ആ മന്ത്രം, ദ്വാദശാക്ഷരി മന്ത്രം ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള ഈ മന്ത്രത്തെ ആണ് വേദ മൂലമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് എന്ന് അർത്ഥം. ഇനി ഈ വേദത്തിൽ നിന്നാണ് അറിവുണ്ടായിരിക്കുന്നതെന്ന് അർത്ഥം. അറിവിന് അക്ഷരം എന്ന പേര്. അക്ഷരം എന്ന പേര്. അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാശമില്ലാത്തതെന്നാണ് അർത്ഥം. ക്ഷരം എന്ന് പറഞ്ഞാൽ നാശമുള്ളത്, അക്ഷരം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്. ആ അക്ഷരമാണ് വേദം. വേദം ഒരിക്കലും നശിക്കുകയില്ല.
അതുകൊണ്ടാണ് ഇതിന് സനാതനധർമ്മം എന്ന് പറയുന്നത്. സനാതനധർമ്മം എന്നാൽ എന്നുമുള്ളത് എന്നാണ്. അത് അക്ഷരമാണ്. അതാണ് യാജ്ഞവൽക്യൻ, അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദേ ഭാര്യ വേദിതവ്യേ, 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് മൈത്രേയിയും ഒന്ന് കാത്യായനിയും. കാത്യായനി എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ത്രീയായിരുന്നു. മൈത്രേയി അങ്ങനല്ല. മൈത്രേയി ബ്രഹ്മവാദിനീച്ച. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാരതത്തിൽ സ്ത്രീകൾ വേദം പഠിക്കുകയും വേദത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും വേദം അനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നവരാണ്. പിൽക്കാലത്ത് അവരെ ഒരുപക്ഷെ അതിൽ നിന്ന് പലതരത്തിലും പിന്നോട്ട് മാറ്റിയിട്ടുണ്ടാവാം. പക്ഷേ വേദം അറിയാനുള്ള താല്പര്യവും അവകാശവും അവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് മൈത്രേയിയും കാത്യായനിയും 2 ഭാര്യമാരാണ് യാജ്ഞവൽക്കനുണ്ടായിരുന്നത്. ഒരു ദിവസം യാജ്ഞവൽക്യൻ കാത്യായനെ വിളിച്ചു പറഞ്ഞു, മൈത്രേയിയും വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വേർപെടുത്താൻ പോവുകയാണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് കാരണമായിരിക്കുന്നതാരാ? ഞാനല്ലേ, എൻ്റെ 2 ഭാര്യമാരെന്ന നിലയിൽ. അതുകൊണ്ട് ഞാൻ പരിവ്രാജകനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം വേർപെടും. സ്വത്ത് നിങ്ങൾക്ക് 2 പേരുമായിട്ട് ഞാൻ വീതിച്ചു തരും. അങ്ങനെ വീതിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മൈത്രേയി പറഞ്ഞു, കാത്യായനി പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു, ഒന്നും പറഞ്ഞില്ല. മൈത്രേയി പറഞ്ഞു, ചോദിച്ചു, അങ്ങ് സമ്പത്തൊക്കെ തരുമെന്ന് പറഞ്ഞല്ലോ, ഈ സമ്പത്ത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ യാജ്ഞവൽക്യൻ പറഞ്ഞു, എന്താ ചെയ്യാൻ പറ്റാത്തത്? പണത്തിന് മീതെ പരുന്തും പറക്കുമോ? പണമുണ്ടെങ്കിൽ എന്ത് ചെയ്തുകൂടെ? എന്തും ചെയ്യാമല്ലോ പണം കൊണ്ട്. നിനക്ക് വലിയ സ്വത്തുകാരിയായിട്ട് ജീവിക്കാം. അപ്പോഴാണ് മൈത്രേയി ചോദിച്ചത്, അല്ലയോ യാജ്ഞവൽക്യ, അങ്ങ് തരുന്ന ധനം കൊണ്ട് എനിക്ക് ആത്മവിദ്യ ലഭിക്കുമോ? ആത്മവിദ്യ ലഭിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ യാജ്ഞവൽക്യൻ പറഞ്ഞു, മൈത്രേയി, അത് പറ്റുകയില്ല. നീ എനിക്കെന്നും പ്രിയപ്പെട്ടവളായിരുന്നു, ഇന്നും പ്രിയപ്പെട്ടവളാണ്. ഈ ചോദ്യം ചോദിച്ചുകൂടി നീ ഏറ്റവും പ്രിയപ്പെട്ടവളായിത്തീരും. ആത്മവിദ്യ ലഭിക്കണമെങ്കിൽ അതിന് ധനം ഒരു ഉപാധിയല്ല, അതിന് മറ്റു മാർഗമാണ് വേണ്ടത്. അതുകൊണ്ട് മൈത്രേയി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആത്മവിദ്യ ഉപദേശിച്ചു തരണം. അങ്ങനെയാണ് യാജ്ഞവൽക്യൻ മൈത്രേയിക്ക് ആത്മവിദ്യ ഉപദേശിച്ചു കൊടുത്തത്. ആത്മാവാണ് സർവപ്രധാനമായിരിക്കുന്നത്, അവനവൻ്റെ സ്വരൂപം ആത്മാവാണ് എന്ന് പറഞ്ഞു. ആത്മാരേ ദ്രഷ്ടവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യോ. ആത്മാരേ ദൃഷ്ടവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യോ. അരേ മൈത്രേയി, ആത്മാവാണ് കേൾക്കേണ്ടതും കാണേണ്ടതും അറിയപ്പെടേണ്ടതുമായിരിക്കണം. ആത്മാവിനെ ഉപാസിക്കൂ. അതിന് അക്ഷരം എന്ന് പേരുണ്ട്. ആ അക്ഷരത്തെ ഉപാസിക്കൂ. അതാണ് എല്ലാമായി തീർന്നിരിക്കുന്നത്. ആ അക്ഷരത്തെ ഉപാസിക്കൂ, ആ അക്ഷരത്തെ സാക്ഷാത്കരിക്കൂ എന്ന് പറഞ്ഞിട്ട് മൈത്രേയിക്ക് ഉപദേശം കൊടുത്തിരിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞു വരുമ്പോൾ, അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ അങ്കരിക്കുന്നതാണ്. ആ അങ്കരിക്കുന്ന അറിവ് ബ്രഹ്മദേവന് സമഷ്ടിഭാവത്തിലും വേണമെങ്കിൽ ആഗ്രഹിച്ചാൽ നമുക്ക് വ്യഷ്ടിഭാവത്തിലും ഓങ്കാര രൂപത്തിൽ അനുഭവിക്കാം. അങ്ങനെ അനുഭവിക്കുന്നതാണ് അറിവിൻ്റെ മൂലരൂപം. ആ അറിവാണ് വികസിച്ച് വേദമായി തീർന്നത്. ആ വേദം അക്ഷരൂപത്തിലാണ് പ്രചാരത്തിലാകുന്നത്. ആ അക്ഷരം എന്നാൽ ബ്രഹ്മം തന്നെയാണ്. അക്ഷരം ബ്രഹ്മപരമം സ്വഭാവോ അധ്യാത്മമുച്യതേ എന്ന് ഗീത പറയും. അപ്പം ഇതാണ് നമ്മുടെ ഒരു അറിവെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ്. ആട്ടെ, ഒരു സംശയം കൊടുത്തെടുത്ത് നമുക്ക് നിർത്താം 1 മിനിറ്റ് കൊണ്ട്. ഈ അറിവ് പലരും പലതരത്തിലാണല്ലോ കാണുന്നത്. ചിലർക്ക് വലിയ അറിവുള്ളവർ,
ചിലർക്ക് ഒട്ടും അറിവില്ലാത്തവർ. അതെന്താ അങ്ങനെ? സംശയം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അറിവെല്ലാവരിലുമുണ്ട്. ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ. സ്വാമി വിവേകാനന്ദൻ. ഓരോ ജീവനും തന്നിൽ തന്നെ ദിവ്യവും പൂർണ്ണവുമാണ്. അറിവ് നിങ്ങളിൽ പൂർണ്ണമായിട്ടായിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്താ വ്യത്യാസം? പറയുകയാണ്, ഡിഫറൻസ് ഈസ് ഓൺലി ഇൻ ദ ഡിഗ്രി ഓഫ് മാനിഫെസ്റ്റേഷൻ. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അറിവുണ്ട്. ഒരു കൈത്തിരി നാളം പോലെയുള്ള അറിവിനെ വികസിപ്പിച്ച് ഒരു മഹാജ്വാലയായി നമുക്ക് മാറ്റണം. അപ്പോൾ അറിവ് പൂർണ്ണമാകും, അറിവ് സാക്ഷാത്കരിക്കപ്പെടും. മാനിഫെസ്റ്റേഷൻ, ഉള്ളിലുള്ള ചെറിയ അറിവിനെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് സാക്ഷാത്കരിച്ച് അറിവിൻ്റെ പൂർണ്ണ രൂപത്തിലാക്കുക. ഇത്തരം സത്രസഭകളൊക്കെ ഈ അറിവിനെ നമുക്ക് സാക്ഷാത്കരിക്കാനും ആ അറിവിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താനും നമ്മളെ സഹായിക്കട്ടെ. അല്ലാതെ നമ്മൾ അനേക സത്രങ്ങൾ കേട്ടാലും അനേക സപ്താഹങ്ങൾ കേട്ടാലും പ്രയോജനമൊന്നുമില്ല. സാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.